ഇനി ഒരു 5 എണ്ണം അതിനകത്തുണ്ട്. 26 5 31. ഇതിപ്പോ വിരിഞ്ഞിറങ്ങിയ ടീം. അപ്പൊ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ. തിരിയുന്നുണ്ടോ? ഇതിനെന്താ പതിയെ തിരിയുന്നുണ്ടോ? 35 കോഴിമുട്ട. ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ഒരാഴ്ച ടോർച്ച് വെച്ച് നോക്കുക, എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. പിന്നെ കമ്പി ബുദ്ധി ജസ്റ്റ് വലിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഓട്ടോമാറ്റിക് തിരിഞ്ഞോളൂ. ഏറ്റവും കുറഞ്ഞ ഒരു 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് താറാമുട്ട ഇതിനകത്ത് വിരിയുന്നത്. ഇൻക്യുബേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട്, ഇതിൽ എല്ലായിടത്തും ഒരേ മാർക്കാണ് ചൂട് കിട്ടും. തെർമോകോൾ ഇൻക്യുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് 100% മുട്ടയും വിരിയിച്ച് തന്ന മജീദ് ഭായിയുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. മജീദ് ഭായി പല നിറത്തിലായിട്ട് പല വലിപ്പത്തിൽ ഒരുപാട് ഇൻക്യുബേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ എത്ര ടൈപ്പ് ഇൻക്യുബേറ്റർ നിങ്ങൾ? 6 ഐറ്റം ഇൻക്യുബേറ്റർ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. 6 ഐറ്റം. അതെ, അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്. അതിൽ വലുതും ചെറുതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ? എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. മലപ്പുറം കോട്ടക്കലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ്. ഇതുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇരിക്കുന്നത്. അതെ, ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇത് ഓരോന്നും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഓട്ടോമാറ്റിക്, മാനുവൽ, സെമി ഓട്ടോമാറ്റിക് എല്ലാ ഇൻക്യുബേറ്ററും കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് എടുക്കാൻ പോകാം. ഇതാണ് മാനുവൽ ഇൻക്യുബേറ്റർ. ഇതാണ് മാനുവൽ ഇൻക്യുബേറ്റർ. ഇതിൽ നമുക്ക് 60 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. 60 കോഴിമുട്ട. അതെ, ഇതായത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ തെർമോക്കോൾ ബോക്സ് ആണ്. നമ്മൾ ഇതിൽ നെറ്റ് കൊടുക്കുന്നുണ്ട്, കോഴിമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മള് ആദ്യം നമ്മൾ ഇതിൽ പേപ്പർ ഇരിക്കുക, അതിന് മുകളിൽ നെറ്റ് വെക്കുക, എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശരി, എന്നിട്ട് അതിൽ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പാംലെറ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് റിലേ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് റെഡി ആവാൻ വേണ്ടിട്ട് അഡീഷണൽ ആയിട്ട് റിലേ കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇൻക്യുബേറ്റർ കംപ്ലൈന്റ് ആവാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതെ, ഓക്കെ, അടുത്ത നോക്കിയാലോ. അടുത്തതാണ് ഇനി വരുന്നത്. ഇത് ചെറിയ മാനുവൽ അല്ലേ? ഇത് ചെറിയ മാനുവൽ. ഇത് 60 കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. ശരി. അടുത്തത് പിന്നെ വരുന്നത് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. ഓക്കെ, ഇത് സെയിം പ്രവർത്തനം എല്ലാം സെയിം അല്ലേ? പ്രവർത്തനമൊക്കെ സെയിം ആണ്. ശരി. സെയിം പ്രവർത്തനമാണ് വേണ്ടത്. നമ്മൾ ഈ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട പെട്ടെന്ന് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ. ശരി. അടുത്ത നോക്കിയാലോ നമുക്ക്? അതെ, പല നിറത്തിലുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും. എന്താ ഇത്? ഏതാണ് ഇത്? നമ്മൾ ഇതിന്റെ ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു 35 കോഴിമുട്ട വെക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. 35 കോഴിമുട്ട ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം. വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ദിവസം മുമ്പ് നമ്മളെ ഇൻക്യുബേറ്ററിലെ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കണം. കോഴിമുട്ടയ്ക്കാകുമ്പോൾ 3 ദിവസം മുമ്പ് ഓഫാക്കി കൊടുക്കണം. പിന്നെ മുട്ട അനക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ല. നമ്മൾ ഒരാഴ്ച ടോർച്ച് വെച്ച് നോക്കുക, എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക.